12-ലെ കേതുവിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതൊന്ന് നോക്കിയോണേ. രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഇവര് സത്യാന്വേഷികളായിരിക്കും എന്ന് പറഞ്ഞില്ലയോ, അവര് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കും, ഇങ്ങനെ പ്രപഞ്ച സത്യങ്ങൾ അന്വേഷിച്ച്. എല്ലാവരും എന്നല്ല പറയുന്നത്, പലരും. മറ്റു ചിലരാകട്ടെ വളരെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്നതായിരിക്കും. വലിയ വലിയ വില കൂടിയ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക, അതിൽ സംതൃപ്തി കണ്ടെത്തുക. അങ്ങനെയുള്ളവരും 12 കേതുവുള്ളവർ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഗ്രഹദൃഷ്ടിയൊക്കെ അനുസരിച്ചാണെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇവര് മെഡിറ്റേഷനിലേക്ക് വളരെ താല്പര്യമുള്ളവരായിരിക്കും. ദൈവത്തിന്റെ പാത അതായിരിക്കും ഇവരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ടാരറ്റ് കാർഡ് റീഡേഴ്സിലെ അവര് പിന്നാണെങ്കിൽ ഇങ്ങനെ മതപരമായിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നത്, ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ളവര്. പിന്നെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരെയൊക്കെ 12-ൽ കേതു ഉണ്ടാവും. അതും പറഞ്ഞ് എന്റെ 12-ൽ കേതു അല്ല. ഭയങ്കര ലക്ഷറിലൊക്കെ ജീവിക്കുമെന്ന് പറഞ്ഞില്ലേ, അവരെന്തോ ആയിരിക്കും കടം വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടിയിട്ടായിരിക്കും ഇതെല്ലാം ഇങ്ങനെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്ത് കൂട്ടുന്നത്. അവസാനം കടം വീട്ടാൻ ഒരു വഴിയില്ലാതെ പല കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അങ്ങനെയൊക്കെയുള്ളവരുടെയും 12-ൽ കേതു ഉണ്ടാകാം. പിന്നെ രണ്ടാം ഭാവത്തിലൊക്കെ കുജനും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ എഫക്റ്റ് ഇച്ചിരി കൂടെ കൂടുമേ. ഇവർക്ക് ഉറക്ക സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാന്ന് പറഞ്ഞില്ലേ. അതുപോലെ നല്ല കട്ടില് അങ്ങനെയൊന്നും കാണാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ അതിൽ അസുഖകരമായ ഉറക്കമൊന്നും പറ്റുകയില്ലെന്ന് പറഞ്ഞില്ലേ. അതുമൂലമുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭക്തി കൂടിപ്പോയതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പലരും നിരാശയിലോട്ടൊക്കെ വഴുതി വീണിട്ട് ജീവിതം നിരാശ മാറി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരില്ലേ, അങ്ങനെ. അതുപോലെ ഈ അഡിക്ഷൻസ് ഉണ്ടാകത്തില്ല, മയക്കുമരുന്നിനോ അല്ലെങ്കിൽ മദ്യപാനത്തിനോ അല്ലെങ്കിൽ പുകവലിക്കോ ഒക്കെ അഡിക്റ്റ് ആയി പോകുന്നവരില്ലേ, അങ്ങനെ. അതുപോലെ അവർക്ക് ഈ സഹോദരങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവുകയില്ല. കേതുവിന്റെ സ്ഥിതി അനുസരിച്ച് ചിലരാണെങ്കിൽ ഡിക്റ്റേറ്റീവ്സ് ഒക്കെ ആയി പോകാം. മറ്റു ചിലരാണെങ്കിൽ ഈ ഭാവനയൊക്കെ കൂടുന്നത് കൊണ്ട് ഡിക്റ്റേറ്റീവ് അങ്ങനെയുള്ള എഴുത്തുകളില്ലേ, അതുപോലെയൊക്കെയുള്ള ഹൊററൊക്കെ അങ്ങനെയുള്ള എഴുത്തുകൾ എഴുതുന്നവര്. പിന്നെയാണെങ്കിൽ അന്വേഷണം, ഏത് തരത്തിലുള്ള അന്വേഷണം ഉദ്യോഗസ്ഥന്മാരായാലും ഈ രഹസ്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സീക്രട്ട് ഏജൻസീസ്, പിന്നെ റിസർച്ച് ചെയ്യുന്നവര്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് 12-ൽ കേതു ഉണ്ടെങ്കിൽ അത് കുറച്ച് സഹായകരവും കൂടെ ആയിരിക്കും. ഇത് കണ്ടിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അതിലങ്ങ് സന്തോഷിച്ചേച്ച് ഭയങ്കര ഗമയൊക്കെ ആയിട്ട് നടക്കുന്നവർ. മറ്റു ചിലർ എന്തൊക്കെ ഉണ്ടായാലും അവരെ അത് ബാധിക്കത്തില്ല, എന്നുണ്ടെങ്കിൽ വളരെ ഹമ്പിളായിട്ട് ഇരിക്കുന്നത് കാണാം. ചിലർ ആക്ട് ചെയ്യും, അതല്ല പറഞ്ഞത്, നാച്ചുറലായിട്ട് ഹമ്പിളായിട്ടിരിക്കും. കടമറ്റത്ത് കത്തനാരെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയൊക്കെ ഇങ്ങനെ ഈ വലിയ മാനസിക വിഭ്രാന്തിയൊക്കെ കാണിക്കുന്നവരെ ഇങ്ങനെ അടക്കി നിർത്താനും ഉള്ള കഴിവുള്ള ചിലരുണ്ട്. അവരുടെയും 12-ൽ കേതു ആവാനുള്ള സാധ്യതയുണ്ടേ. അതായത് മനുഷ്യ മനസ്സിലോട്ട് ആഴത്തിൽ ഇറങ്ങി ചെല്ലാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും. ഇവര് അങ്ങനെ ഹിപ്നോട്ടിസം അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള പണികളിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അവരിത് സഹായിക്കും. ഇപ്പോൾ എന്തെങ്കിലും പകർച്ചവ്യാധിയൊക്കെ പടർന്നു പിടിച്ചു നിൽക്കട്ടെ, അത് ഇവരെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എങ്ങനെ ഇൻഫെക്ഷൻസ്, അതുപോലെയുള്ള രോഗങ്ങൾ എല്ലാം സമൂഹത്തിൽ കാണുന്ന എന്തെങ്കിലും പുതുതായിട്ട് വരുമ്പോഴേ ചിലപ്പോൾ ഇവർക്ക് ഇത് വന്നിരിക്കും. ശത്രുക്കളെ എന്തെല്ലാം പറഞ്ഞ് തകർക്കാൻ ശ്രമിച്ചാലും ഇവർക്ക് ഒരു കോസിലും കാണുകയില്ല. കാരണം ഇവർക്ക് അത്രയ്ക്ക് മെന്റൽ പവർ കാണും പലർക്കും. ചിലർക്ക് ഒട്ടുമേ കാണാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, എന്നാലും കൂടുതൽ പേർക്കും അത് കാണും. അങ്ങനെ അവർക്ക് ശത്രുക്കളെയും പിന്നെ ഈ എതിരാളികളെയൊക്കെ തോൽപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് കാണും. ഇവർക്ക് ബുദ്ധിശക്തിയും പിന്നെ അറിയാനുള്ള ആഗ്രഹമൊക്കെ കൂടുതൽ കാണുമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇവര് കൂടുതൽ 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 ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. ഈ കേതു വളരെ നെഗറ്റീവ് ആണെങ്കിൽ ഇവർക്ക് ഭാവിയെക്കുറിച്ച് ഭയങ്കര ഉത്കണ്ഠയായിരിക്കും. ഇപ്പൊ ആരെങ്കിലും ഒക്കെ വീട്ടിൽ നിന്നൊക്കെ എവിടെയെങ്കിലും പോയാൽ പിന്നെ അവർ തിരിച്ചു വരുന്നിടം വരെ ഇവർക്ക് സമാധാനമേ കാണുകയില്ല. അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ, അങ്ങനെ മെന്റൽ ട്രോമ ഭയങ്കരമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭയം, വല്ലാത്തൊരു ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സ്ത്രീകൾക്കിത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാക്കാനും ഗൈനിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാനും ഈ ഇങ്ങനത്തെ കേതു വളരെയധികം കാരണമാകുമേ. നേരത്തെ പറഞ്ഞു, കാളസർപ്പയോഗമുള്ളവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ നമ്മൾ ജാതകം നോക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അവരുടെ നമ്മൾ പറയുന്ന ഫലങ്ങളെല്ലാം എതിരിൽ ചിന്തിക്കണം, അങ്ങനെ ഒരു പ്രത്യേക ഇതുണ്ട്. നമ്മൾ ഒത്തിരിയും ജാതകങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, ഭയങ്കരമായി ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്. അല്ലാതെ കാളസർപ്പ ദോഷമൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പലർക്കും അത് ഗുണമാണ് ചെയ്യാറ് ദോഷത്തിനേക്കാളും. ഇങ്ങനെ ഒറ്റി കൊടുക്കുന്നവരില്ലേ, ഇന്നെ സ്പൈ വർക്ക് ചെയ്യുന്നവരില്ലേ, അങ്ങനെയൊക്കെ ഉള്ളവരുടെയും 12-ൽ കേതു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ നുഴഞ്ഞു കയറ്റക്കാര് അങ്ങനെയൊക്കെയുള്ളവര് നല്ല കേതു അല്ലെങ്കിൽ അധോലോക നായകന്മാരൊക്കെ ആകത്തില്ലേ, അങ്ങനെയുള്ളത്. പിന്നെ ഭീകരമായ സ്വപ്നങ്ങളൊക്കെ കാണത്തില്ലേ, അങ്ങനെ
ഇവർക്ക് മരണത്തെ ഭയങ്കര ഭയമായിരിക്കും. ഞാൻ മരിച്ചു പോവോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. മറ്റുള്ളവരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇവരാണെങ്കിൽ അയ്യോ ഞാൻ മരിച്ചു പോവോ ഇങ്ങനെ ഭയപ്പെടും. ഈ കിണറൊക്കെ കുടിക്കുന്നവര്, പോലീസ് ഓഫീസർമാർ, ഡിറ്റക്റ്റീവുകൾ, റിസർച്ചേഴ്സ്, സൈക്കോളജിസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ളവരില്ലേ. അതുപോലെ പിന്നെ ഈ ഇങ്ങനെ ഡൈവ് ചെയ്യുന്നവർ, അന്തർവാഹിനികളിലൊക്കെ പണിയെടുക്കുന്നവർ, ഇങ്ങനെ ആ കടലിനടിയിലൂടെ ഡൈവ് ചെയ്യുന്നവരില്ലേ, അവരുടെയൊക്കെ 12 കേതുവാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 12 എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ സ്ഥാനമാണ്. അപ്പോൾ ഏത് ഗ്രഹം ഇവിടെ നിന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 12 കേതുവിന് 4, 6, 8 ഈ ഭാവങ്ങളിലോട്ടുകൂടി ദൃഷ്ടിയുണ്ട്. അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളും കൂടെ ഒന്ന് സൂക്ഷിച്ചു പോണേ. അതുപോലെ ആ ഭാവങ്ങളുടെ കാരകത്വങ്ങളും അതിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രശ്നത്തിനനുസരിച്ച് പരിഹാരം വ്യത്യാസം വരികയും ഉറക്ക പ്രശ്നങ്ങളുള്ളവര് പെരുംജീരകം പൊതിഞ്ഞ് തലേണയുടെ അടിയിൽ സൂക്ഷിച്ചാൽ മതി. ബാധ്യതകളൊക്കെ ഉള്ളവര് പട്ടിക്ക് തീറ്റ കൊടുത്താൽ മതി. അത് പിന്നെ വീട്ടിൽ വളർത്തുന്നത് ചിലർക്ക് അത് ദോഷമായിട്ട് വരുന്നതുകൊണ്ട് കുറച്ചു നാളും വളർത്തിയിട്ട് നമുക്ക് ഗുണമില്ലെന്ന് കണ്ടാൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ വളർത്തിക്കോളൂ. കറുപ്പും വെളുപ്പും കൂടെ ഒക്കെ കലർന്ന പശുക്കൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നതും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ഗണേശന്റെ അമ്പലത്തിൽ അർച്ചനകൾ കഴിക്കുന്നതും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി ചൊല്ലുന്നതും പാലഭിഷേകം അല്ലെങ്കിൽ പാലുദാനം ഒക്കെ നല്ലതാണ്. ഏത് ചെയ്താലും പോസിറ്റീവ് എനർജി തോന്നുകയാണെങ്കിൽ മാത്രം തുടരുക. ഓം നമഃ ശിവായ.